ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ നല്ല അന്തരീക്ഷമാണ് പുറത്ത്. ഇത് അപ്പൂസ് ഇവിടെ നല്ല കുട്ടിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിപ്പൂരിന്ന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇനി അടുക്കളയിൽ പോയിട്ട് രാവിലത്തെ പരിപാടികൾ നോക്കാം. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചായക്ക് കടി ഉണ്ടാക്കാൻ നോക്കട്ടെ. രാവിലെ ചപ്പാത്തിയിലേക്ക് മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ പെട്ടെന്ന് സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കട്ടോ. പിന്നെ കരയാമ്പൂ, ഏലക്കായ, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ട് 1 വിസിലടിച്ചാൽ മതി. സവോള നന്നായിട്ട് വെന്ത് കിട്ടും. സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സവോള ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ കുക്കറിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവോള വഴണ്ടി കിട്ടും. പിന്നെ സമയം ലാഭിക്കും ചെയ്യാം. അല്ലെങ്കിൽ സവോള കുറേ സമയം വഴറ്റിയെടുക്കണ്ടേ. ഇനി വേറെ ചട്ടിയിലേക്ക് മാറ്റിയെടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്നും വേണ്ടതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ്റെ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇനി വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ. ഇത് ചപ്പാത്തിരിക്കും, പത്തിരിയിലേക്കും, വെള്ളപ്പത്തിരിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.